ഈ ലക്ഷ്മി പ്രിയയും ശ്വേതാനന്ദനും തമ്മിലുള്ള വിഷയം അല്ലെങ്കിൽ ഹൻസിബയും തമ്മിലുള്ള വിഷയത്തിനെ പറ്റി എന്താ പറയുന്നത്? ഞാൻ ആ സ്ത്രീയെ കുറിച്ച് ഒരുപാട് സംസാരിക്കില്ല. യാതൊരു നാട്ടിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ ഗോൾ സ്ത്രീയെ കുറിച്ച് സംസാരിക്കും. അവരെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല. രാജിവെച്ച് പോയല്ലോ, പിന്നെന്തേ? ഒരു ശതമാനമില്ല. 20 ലക്ഷം രൂപയുടെ കേസിലെ പ്രതിയാണ്. ഇപ്പൊ ശിക്ഷിക്കും കോടതി. 20 ലക്ഷം രൂപ ആരെയാണ്ട് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാതെ തന്നെ വാങ്ങിച്ചതാണ്. സോ ലക്ഷ്മിപ്രിയ പടി അടച്ച് പിണ്ടം വെച്ചാന്ന് തോന്നുന്നല്ലേ അവര്. അവരെ കൊണ്ട് രാജി വെപ്പിച്ച് എന്ന് തന്നെ പറയാം. അൻസീബ ഈ പറയുന്ന അവിശ്വാസ പ്രമേയമൊക്കെ കൊണ്ടുവന്ന് 250 പേരോളം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറങ്ങി പോയത്. ഫുൾ ഗ്യാങ്ങിനെ പിടിച്ച് വിട്ടാലേ പുള്ളിക്കാരി പോത്തുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായി കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ട് തള്ളി. അതൊന്നും നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ അമ്മ സംഘടനയിലെ അംഗത്വം തന്നെ രാജിവെച്ചിരിക്കുന്നു. പിന്നെ അല്ലാതെ എൻ്റെ രാജി മുതിർന്ന അംഗമായ ശ്രീമതി കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ എന്നിവർക്ക് സമീപിക്കുന്നു. ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എൻ്റെ ശവം കാണാൻ പോലും ഒരുത്തരും വരരുത്. ഷോ, ആരാ വരുന്ന ഇതിനെയൊക്കെ കാണാൻ? ഇങ്ങനെയുള്ള അപരാധത്തിനെയൊക്കെ കാണാൻ? 60 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ലഭിച്ചേക്കാവുന്ന പെൻഷൻ എനിക്ക് വേണ്ട. എങ്ങനെ പെൻഷൻ കിട്ടാനാ? ഇനി എല്ലാം കളഞ്ഞു പോയില്ലേ? ഇനി സംഘടനക്കകത്തില്ലാത്തവർക്ക് എന്തോ പെൻഷനാ? പെൻഷനും ഇല്ല, ജണ്ടും ഇല്ല, മാലയാ, ഒന്നുമില്ല. ഇൻഷുറൻസ് വേണ്ട, റീത്ത് വേണ്ട, അനുശോചനം ഒട്ടുമേ വേണ്ട. എന്നെ സ്നേഹിക്കുന്ന ഏതാനും പേരുണ്ട്. ബാക്കിയുള്ളവർ ഈ പടി കടന്ന് വരരുത്. നന്ദി. ഈ നന്ദി എന്ന് പറയുന്ന കാര്യം ബാക്കിയുള്ള ആൾക്കാരാണ് നിങ്ങളുടെ അടുത്ത് പറയേണ്ടത്. ഇറങ്ങിപ്പോയേന്. അല്ലെങ്കിൽ മറ്റേ തൂത്ത് വാരി കളഞ്ഞന, മറ്റേ ഹാർപ്പിക്കിന്റെ ഒക്കെ പരസ്യത്തിൽ അബ്ബാസ് വന്ന് കളയുമല്ലോ, അതുപോലെ അതിൽ ലാസ്റ്റ് അവശേഷിക്കുന്ന രണ്ട് കീടം, അതിലൊരാളാണ് ഇപ്പം അമ്മയെന്ന് ഇറങ്ങിപ്പോയത്. എന്ത് സ്ത്രീയാ ഇത് പറയുന്ന? 20 ലക്ഷം രൂപ പറ്റിച്ച് കേസ് കൊടുത്തേക്കുക. പിന്നെ 10 കോടി രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞ അവര് കേസ് കൊടുത്താൽ അതിന്റെ 10% രൂപ പൈസ അവര് കെട്ടിവെക്കണം. അതിനെപ്പറ്റി ഒരു കാര്യത്തെ പറ്റിയും ഒരു ഗ്രാഹ്യം ഇല്ലാത്തൊരു സ്ത്രീ. അവർ ഈ പറയുന്ന സംഘടനയുടെ തലപ്പത്ത് പിടിച്ചിരുത്തിയിട്ട് ആ ഒരു സംഘടനയുടെ ഭയങ്കര ഇതാണെന്നുള്ള രീതിയിലുള്ള അഹങ്കാരം, ടോപ്പ് ടയറിൽ ഇരിക്കുന്ന, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാന്നുള്ള അഹങ്കാരം. അതിനകത്ത് എല്ലാത്തിനും നല്ല രീതിയിൽ എല്ലാവരും കൂടെ ചേർന്ന് അടിച്ചങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഈ ഒരു പോസ്റ്റ് ഇവര് ഫേസ്ബുക്കിൽ ഇട്ട കൂടാതെ കുറച്ച് ആൾക്കാരുടെ മെസ്സേജായിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു. മറ്റേ ഉഷ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പുള്ളിക്കാരിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. ഉഷ എന്ന് പറയുന്നത് നമ്മുടെ കിരീടത്തിന് മോഹൻലാലിന്റെ സഹോദരി ആയിട്ടുള്ള പുള്ളിക്കാരി ഇപ്പൊ കുറച്ച് സിനിമകളിലൊക്കെ വീണ്ടും കാണുന്നുണ്ട്. സോ പുള്ളിക്കാരുടെ പോസ്റ്റ് നോക്കാൻ തരും. ശ്രീമതി ലക്ഷ്മിപ്രിയ ഇന്നലെ എനിക്കും പൊന്നമ്മ ചേച്ചിക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിലെ മാറ്റർ തന്നെ FBയിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീമതി ലക്ഷ്മിപ്രിയ ഒരു കാര്യം മനസ്സിലാക്കണം. ചാനലുകൾ തോറും കയറിയിരുന്ന് വായിൽ വരുന്നത് കൊതക്കി പാട്ട് എന്നതുപോലെ വർഗീയ വിഷം തുപ്പുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഞങ്ങൾക്ക് മനസ്സില്ല. ഇങ്ങനെ വർഗീയ വിഷം തുപ്പുന്ന ആൾക്കാരെ ആരും അരി ആഹാരം കഴിക്കുന്ന ആരും പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇങ്ങനെ ഉള്ളവരെ നമ്മളെ അടുപ്പിക്കാതെ എടുത്തങ്ങ് കളയണം. വാ തുറന്ന് പറയുമ്പോഴേ അങ്ങ് അവോയ്ഡ് ചെയ്യണം. അപ്പൊക്കെന്ന് പറയണം. അമ്മാതിരി അവോയ്ഡ് ചെയ്ത് വിടണം, അല്ലേ? അടുപ്പിക്കരുത്. പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഞങ്ങൾക്ക് മനസ്സില്ല. അമ്മ സംഘടനയിൽ വർഗീയത കൊണ്ടുവരാമെന്ന വലിയ മോഹം ഞങ്ങൾ പൊളിച്ചടുക്കിയതിൻ്റെ ആ മോഹം പൊലിഞ്ഞു പോയതിൻ്റെ രോദനമാകട്ടെ ഞങ്ങൾ ഇതിന് കണക്കാകുന്നുള്ളൂ. കറക്റ്റാണ്. ഇങ്ങനെയുള്ളൊരു സംഘടന ഈ പറയുന്ന അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ ഫണ്ട് വാങ്ങിച്ചിട്ടാണ് അത് നടത്താനുള്ളത്. ഇതിനകത്ത് ഈ ജാതി മതവും കൊണ്ടുവന്നാലേ ഈ സംഘടനകളുടെ ഇടയിലോട്ട് ഇത് എന്തിനാണ് കൊണ്ടുവരുന്നത്? ഇങ്ങനെയുള്ള വർഗീയ വിഷം തുപ്പുന്ന വിത്തുകളെ ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ അപ്പോഴേ സംഘടന എന്നുള്ളത് കണ്ടുപിടിച്ച് ഇതാക്കണം. അല്ലെങ്കിൽ സംഘടനയ്ക്ക് തന്നെ അത് പേരുദോഷമാവും. അതെ, ഇവരെന്തൊക്കെയാ ഈ പറഞ്ഞ ഈ കുക്കു പരമേശ്വരനെയൊക്കെ വിളിച്ച ചീത്ത, ആ വിളിച്ച അവരാത്തിന് കണക്കില്ല. അമ്മാതിരി ഒരു സംസ്കാരം ഇല്ലാത്ത സ്ത്രീ, അല്ലേ? കുലസ്ത്രീ എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ സംസ്കാരം എന്ന് പറഞ്ഞ സാധനം 7 അയലോക്കത്തൂടെ അവർക്ക് പോയിട്ടില്ല. ബാക്കി വായിച്ചു നോക്കാം നമുക്ക്. അൻസീബ കഴിഞ്ഞ 10 മാസം അനുഭവിച്ച വിഷമങ്ങൾ, അവഗണനകൾ, അപമാനങ്ങൾ, അതിനൊക്കെ ഇന്നലെ ഞങ്ങൾ മറുപടി നൽകി. അതാണ് അൻസീബ ഇത്രയും നാളെ അനുഭവിച്ചതിന് അവർക്ക് നീതി കിട്ടിയെന്ന് അൻസീബ തന്നെ പറഞ്ഞു, അല്ലേ? അൻസീബ പറഞ്ഞു. അതേപോലെ തന്നെ ശാന്തിവിള ദിനേശൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു സംഘടനയുടെ ഒരു ഭാഗത്ത് വന്ന് ഒരു
നല്ലൊരു പൊസിഷനിൽ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ അഹങ്കാരം കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആലോചിക്കുന്നില്ല ഇങ്ങനെ ഇതിനകത്ത് എന്നും ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ള എന്ത് അഹങ്കാരമാണ് കാണിക്കുന്നത്. ഒരു വർഷം പോലും തികഞ്ഞില്ല. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു കമ്മിറ്റി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിനി അവസാനം ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ? ഇനി നടക്കത്തില്ല. പക്ഷെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അൻസിബേന ഇതിന്റെ മെയിൻ സ്ഥാനത്താക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരിക്ക് നല്ലോണം സംസാരിക്കാനും കാര്യങ്ങളെല്ലാം ഇത് ചെയ്യാനൊക്കെ ഉള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി മോഹൻലാൽ വന്നുകൊണ്ടാണ് മോഹൻലാലാണ് അൻസിബേനെ വിളിച്ച് ഈ പറയുന്ന തിരികൊളുത്താനും എല്ലാത്തിനൊക്കെ വിളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. സോ അത് നല്ല കാര്യമാണല്ലേ. മോഹൻലാൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഇതൊക്കെ ഈ പറയുന്ന അനാവശ്യ കൃമികീടങ്ങളൊക്കെ ഈ പറയുന്ന സംഘടനയിൽ നിന്ന് വെളിയിൽ പോകാനായിട്ടുള്ള ഇത് വന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മല്ലികാമ്മ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേ പറയുന്നുണ്ട് ശ്വേതാ മേനോൻ പുറത്ത് പോകേണ്ടിയിരുന്നില്ല, ശ്വേതാ മേനോനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞത്. പിന്നെ അൻസിബേനെയും സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞത്. ശ്വേതാ മേനോൻ പക്ഷെ പോകേണ്ടിയിരുന്നില്ല, അൻസിബ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് പുള്ളിക്കാരി അമ്മയെന്ന് റിസൈൻ ചെയ്തു അല്ലേ. ഇരട്ടത്താപ്പ് പരിപാടി എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടയിൽ തന്നെ ഇവരൊക്കെ ഓരോന്ന് ഈ കുക്കു പരമേശ്വരനും ഇടയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇവരെ കുത്തിത്തിരിപ്പ് പരിപാടി നടത്തിയിട്ടുണ്ട്. അവര് ഇവരെ പറ്റി ഓരോന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ കുറച്ച് കുത്തിത്തിരിപ്പും പരിപാടിയൊക്കെ പറഞ്ഞ് ഇവരെ പിടിച്ച് ഇളക്കിയതാണെന്നാണ് തോന്നുന്നത്. ഈ ലക്ഷ്മിപ്രിയൻ ടീമും കൂടെയൊക്കെ പിടിച്ചിളക്കിയതാണ്. എന്തായാലും അവര് ശ്വേതാ മേനോന്റെ സൈഡ് തന്നെയാണ്. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വയ്ക്കാം. ജനറൽ ബോഡിയിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ അത് തന്നെയായിരുന്നു. ഇന്റർവ്യൂകളിൽ ജനിപ്പിച്ച മാതാപിതാക്കളെയും ജനിച്ച മതത്തെയും ഖുറാനെയും തള്ളിപ്പറഞ്ഞ് നിങ്ങളുടെ അത്ര സ്റ്റേറ്റ്മെന്റ് ശരിയായില്ല എന്ന് പറഞ്ഞതിന് എന്നെ ഒരു പ്രോഗ്രാമിന് വിളിക്കാൻ എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞപ്പോൾ മറ്റ് സഹപ്രവർത്തകരുടെ മുന്നിൽ പബ്ലിക്കായിട്ട് നിങ്ങൾ എന്നെയും ജിഹാദിയാണ് അവരെ വിളിക്കേണ്ട എന്ന് പറഞ്ഞില്ലേ. വായ തുറന്നാൽ വർഗീയത വിളമ്പുന്ന നിങ്ങളുടെ ശവം കാണണമെന്ന് എനിക്കൊരു താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല. നിങ്ങൾ ഇനി 60 വയസ്സ് വരെയോ 70 വയസ്സ് വരെയോ 90 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും നിങ്ങളെ ശവം കാണണമെന്ന് അതിനകത്തുള്ള ആർക്കും താല്പര്യമില്ല. എന്തൊരു മാസ് കാണിക്കാനാണ് ഇതേപോലെ ഓരോ പോസ്റ്റുകളൊക്കെ ഇടുന്നത്. ഇന്ന് നിങ്ങളെന്തോ വലിയ മംഗലശ്ശേരി നീലകണ്ഠനാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇത് ഇട്ടേക്കുന്നത്. ആര് കാണാൻ? ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ചിരിയാണ് വരുന്നത്. കോമഡി പീസായിട്ടാണ് പറഞ്ഞാൽ ശാന്തിവെള്ള ദിനേശൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. അപ്പൊ എന്നിട്ട് ചാനലുകളിൽ ഒന്ന് നിങ്ങളെ പോലുള്ളവരെ കാണുമ്പോൾ പറയുന്നത് എന്താ, ഞാനാണ് കേസ് കൊടുത്തേക്കണേ, ഞാനല്ല കൊടുത്തത്, പൈസ പറ്റിച്ച ഒരു നിർമ്മാതാവാണ് കൊടുത്തേക്കണേ, അതിന്റെ ഫുൾ പ്രൂഫ് പറ്റിയിരിക്കുക, മുഴുവൻ തെളിവെറ്റിയിരിക്കുക. അപ്പൊ നട്ടാക്കുരുക്കാത്ത കള്ളം പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മളെന്ന് പറയാം. ഇതാണ് ശാന്തിവെള്ള ദിനേശ് പറഞ്ഞത്. ഇതേപോലെ ഈ പറയുന്ന കേസ് ഉടനെ കോടതി വിധി വന്നു കഴിഞ്ഞാൽ നേരെ ചേച്ചി ജയിലിലാവും എന്നാണ് പറയുന്നത്. 20 ലക്ഷം രൂപ പറ്റിച്ചതിന്. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് നടക്കുന്ന ഇതേപോലത്തെ നാറിയ ആൾക്കാരെയൊക്കെ എടുത്ത് കളയ തന്നെ വേണം. ഇറങ്ങി പോയില്ലെങ്കിൽ അവര് ചവിട്ടി പുറത്താക്കിയല്ലേ. നന്നായി ഞാൻ പറയും. കാരണം എന്താ പറയാ, ഒരു പക്ഷമില്ലാതെ ഒരു ന്യായമില്ലാത്ത പക്ഷങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്നവരൊക്കെ രാജിവെച്ച് പോകുന്നതായിരിക്കും നല്ലത്. അതും തെറ്റില്ല എന്ന് ഞാൻ പറയും. പോട്ടെന്നേ, അങ്ങനെയുള്ള കുറച്ച് പോയി ഒരു ശുദ്ധീകരിച്ച് നടന്നാൽ തന്നെ അമ്മ ചിലപ്പോൾ നന്നാവും. എനിക്ക് ഈ നാട്ടുപ്രദേശം കാണാൻ അയൽക്കൂട്ടം പോലെ ആയിപ്പോയി. അയൽക്കൂട്ടം ഇങ്ങനെയൊന്നുമല്ല. സ്വയം തൊഴിൽ പോണവരും ഇങ്ങനെയല്ല, ഇത് അതിനേക്കാളും താഴെയാണ്. വെറും തറയണമെന്നേ. അയൽക്കൂട്ടത്തിലും സ്വയം തൊഴിലും പോകുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ മാന്യത ഉണ്ട്. അവർക്ക് മാന്യത വിട്ടിട്ടുള്ള ഒരു പരിപാടി അവർ കാണിക്കാറില്ല. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവരെയൊന്നും ഇതിനകത്ത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നാണോ മാനോ ഇല്ലാത്ത ഒരു പരിപാടി, അമ്മാതിരി പരിപാടി കാണിച്ചിട്ട് അവസാനം ഇറങ്ങി പോയിട്ട് ചുമ്മാ ഫേസ്ബുക്കിൽ വന്നിട്ട് കുറെ പരിപാടി കാണിക്കുക. എന്നിട്ട് ഉഷ എന്ന് പറയുന്ന പുള്ളിക്കാരനെ കണ്ടില്ലേ, അവര് ജിഹാദിയാണെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും മുസ്ലിമാ. ഈ ഉഷ എന്ന് പറയുന്ന സ്ത്രീയും അതേപോലെ ലക്ഷ്മി പ്രിയയും മുസ്ലിം ആയിരുന്നു. പിന്നീട് പുള്ളിക്കാരി വന്നിട്ട് വലിയ ഹിന്ദു ഇത് ചമയുന്നതാ. പക്ഷെ കുലസ്ത്രീ പരിപാടി കാണിക്കാൻ വേണ്ടിയിട്ട് വായിന്ന് വരുന്ന വാക്കുകൾ ആ നീനാക്കുറുപ്പൊക്കെ പറഞ്ഞു കേട്ടോ, നാറ്റം പോയി എന്നാ പറഞ്ഞത്. നാറ്റം പോയി, അമ്മാതിരി പരിപാടി. സോ എന്തായാലും നമുക്ക് ഇതുപോലത്തെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ ഇതുപോലത്തെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.